അമ്മൂമ്മയുടെ തറവാട്ടിലെ കൊച്ചുങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആ ഒരു ഒത്തുകൂടലിനെക്കാട്ടിലെല്ലാം അതാണ് എല്ലാവരെയും കാണാൻ കിട്ടുന്ന ഒരു അവസരം എന്നുള്ളതൊരു സന്തോഷം. ഇന്ദ്രേട്ടനെ കണ്ടിരുന്നു. രാജുവേട്ടൻ എവിടെ? രാജു നാളെ പോവാണ് വീണ്ടും അങ്ങ് മറ്റന്നാള് എന്താ ഇവിടെ ഇവരുടെ പടത്തിന് രാജമൗലി സാറിൻ്റെ പടത്തിന്. അപ്പോൾ അത് കാരണം ഇന്നലെ ഞാൻ രാത്രി വിളിച്ചപ്പോൾ കഴിഞ്ഞിട്ടില്ല, 11:30 പക്ഷേ ചിലപ്പോൾ ഇതുവഴി വന്ന് പോകും അമ്മേ, രാവിലെ പോകണം എനിക്ക്. എവിടെയാ സ്ഥലത്തിന് പേര് പറഞ്ഞത്? കുസാറ്റോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു കുറെ പരിചയമുള്ള മുഖങ്ങൾ, പുതിയ തലമുറ, പഴയ തലമുറ എല്ലാവരും ഇന്നിവിടെ ഉണ്ട്. കുറെ ആൾക്കാർ ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിലും ടി വിയിൽ കണ്ട ആൾക്കാർ അല്ലെങ്കിൽ സിനിമയിൽ കണ്ട ആൾക്കാർ ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ എന്തൊക്കെയാ ഓർമ്മ വരാൻ മനസ്സിലായി? പഴയ തലമുറക്കാർ ഇപ്പോൾ കണ്ടാലും മറക്കാറില്ല. പുതിയ തലമുറക്കാർ ഇന്നലെ കണ്ടവർ ഇന്ന് കാണുന്നവരെ മറക്കുന്നവരും ഉണ്ട്. അതാണ് പഴയത് പുതിയത് തമ്മിലുള്ള അതിൻ്റെ അല്ല. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഞങ്ങളുമായിട്ടൊന്നും അവരധികം അങ്ങനെ സഹകരിച്ചിട്ടില്ല. പഴയ തലമുറക്കാരെ എല്ലാവരെയും അറിയാം, എല്ലാവർക്കും കണ്ടാലും അറിയാം. സന്തോഷം. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അടുത്ത ന്യൂസ് വരും, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ പറഞ്ഞു? ഇപ്പൊ എന്താ പറഞ്ഞ നമുക്ക് കേട്ടെ? പുതിയ തലമുറയിലുള്ള ആൾക്കാരും അല്ല, അതൊക്കെ അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുതിയ തലമുറ ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് അമ്മ തുടങ്ങിയിട്ട് 31 വർഷമായി. അതിനുശേഷം ജനിച്ചവരാണ് ഈ പുതിയ തലമുറയിലുള്ള മിക്കവരും. അവരുടെയൊക്കെ അഭിനയം തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ അഭിനയം മതിയാക്കി വീട്ടിൽ ഇരിക്കാൻ തുടങ്ങി. ഇപ്പം തന്നെ ഞാൻ തന്നെ അയ്യോ ഇതിനകത്ത് ഇപ്പോൾ നമ്പർ ഓഫ് സീൻസ് എല്ലാം ഇങ്ങനെയാണ്, നമ്മൾ ശ്രദ്ധിക്കപ്പെടും എന്നൊക്കെ കാണുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം. ഞാൻ അങ്ങനെ ഓടി കണ്ടിട്ടുണ്ടോ? അവിടെ ഇല്ല. അങ്ങനെ ഒരു വലിയൊരു സോഷ്യൽ വിസിറ്റ് പോകുന്ന ആളല്ല. ഒരുപാട് അവിടെ ഇവിടെയൊക്കെ പോയി നടന്ന് എങ്ങനെയെങ്കിലും ഒരു വേഷം ചെയ്ത് 2 പയ്യ അതൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് വരെ കിട്ടി. ആ ലെവലിലൊക്കെ ഞങ്ങളൊക്കെ വളരെയുള്ളൂ ഞങ്ങൾക്കറിയാം. പിന്നെ അതിനപ്പുറത്തോട്ട് വലിയ അതിമോഹങ്ങളൊന്നും ഇല്ല. ഇപ്പം സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ പോന്നു. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ സിനിമ കണ്ടിരുന്നു, വ്യസനസമേതം അല്ല, അതെന്താന്ന് വെച്ചാല് എനിക്ക് ആദ്യമേ തന്നെ ഈ വിപിൻ ദാസ് എന്ന സംവിധായകനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഒരു വ്യത്യസ്തമായ രീതിയിൽ പടത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ആയിരിക്കുമല്ലോ, അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്തെ പ്രധാനം എന്ന് പറയാനായിട്ട് ഈ അമ്മുമ്മയുടെ ഒരു സംഭവം. ഞാൻ അഭിനയിച്ചത് ചിലപ്പോൾ 5 or 6 സീനിലായിരിക്കാം, പക്ഷെ തുടങ്ങുന്നത് പോലെ ലാസ്റ്റ് പടം എൻഡ് ചെയ്തിടം വരെ ഈ അമ്മുമ്മയാണല്ലോ. അപ്പം അത് ആ ഓർമ്മ നിൽക്കും ആ കഥാപാത്രം എപ്പോഴും. തീർച്ചയായിട്ടും അതെ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം പക്ഷെ അത് ഞാൻ ഉദ്ദേശിച്ചിടത്ത് തന്നെ ഉദ്ദേശിച്ച് നിന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് വിളിച്ചിട്ട് യോ കഷ്ടം അമ്മുമ്മയും കൊച്ചുപോൾ ആരും എത്തുന്നുമില്ല. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.